ജീവിച്ചിരുന്നപ്പോൾ പൊതിച്ചോറും മരണശേഷം തന്റെ ഹൃദയവും പകുത്തു നൽകിയ ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. സഖാവ് ഐസക് ജോർജിനെ കുറിച്ച്. മുഖവുര ഒന്നുമേ ആവശ്യമില്ലാത്ത ഒരു പേരാണ് ഇന്ന് മലയാളികൾക്ക് ഐസക് ജോർജിൻ്റെത്. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണമടഞ്ഞ കൊല്ലം സ്വദേശി. എന്നാൽ പകുത്തു നൽകിയ ജീവന്റെ തുടിപ്പിലൂടെ ഐസക് ഇനിയും ജീവിക്കും. കേരളം ഒന്നാകെ മറ്റൊരു ഹൃദയയാത്രയ്ക്കാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. പ്രിയപ്പെട്ടവന്റെ അകാല വിയോഗത്തിൽ നെഞ്ചുപിടയുമ്പോഴും അവയവദാനത്തെക്കുറിച്ച് കുടുംബത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. 6 അവയവങ്ങൾ ദാനം ചെയ്തു. ഹൃദയം, 2 വൃക്ക, കരൾ, 2 കോർണിയ. മരണശേഷവും അനേകം ജീവിതങ്ങൾക്ക് വെളിച്ചമായവൻ. ഒരു മരണത്തിനും തോൽപ്പിക്കാനാവാത്ത മാനവികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവൻ. VK സനോജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. DYFI കൊല്ലം പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ വടകോട് യൂണിറ്റ് മുൻ പ്രസിഡന്റായിരുന്നു സഖാവ് ഐസക് ജോർജ്. ജീവിച്ചിരുന്ന നാളുകളിൽ ഹൃദയപൂർവ്വം പൊതിച്ചോർ നൽകിയ സഖാവ് ഐസക് മരണാനന്തരം തന്റെ ഹൃദയം തന്നെ ദാനം നൽകി യാത്രയാവുകയാണ് എന്ന് VK സനോജ് കുറിച്ചത് വെറുതെയല്ല. ഐസക്കിന്റെ ഹൃദയവുമായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും എറണാകുളത്തിലെത്തിയ അനുഭവം ഡോക്ടർ ജോ ജോസഫ് പങ്കുവച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിക്കാനായി ദാനം ചെയ്യാമെന്ന തോന്നൽ ആ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം. DYFI മുന്നോട്ട് വയ്ക്കുന്ന, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം. ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും തന്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു അതെന്നും പറയുന്നുണ്ട് ഡോക്ടർ ജോ ജോസഫ്. അവയവദാനത്തിനുള്ള സന്നദ്ധത കുടുംബം അറിയിച്ചപ്പോൾ മുതൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ എല്ലാം ചെയ്ത സിസ്റ്റമാണ് നമ്മുടേത്. തുടക്കം മുതൽ സർക്കാർ ഉദ്യമത്തിനൊപ്പം നിന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരായ P രാജീവും വീണ ജോർജുമെല്ലാം നിരന്തരം ഇടപെട്ടു. സർക്കാരിന്റെ സഹായത്തോടെ ഹെലികോപ്റ്റർ സേവനം വിട്ടു നൽകി. തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ പോലീസ് സന്നദ്ധമായിരുന്നു. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. എന്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൽ, എന്റെ സർക്കാരിൽ, എന്റെ പ്രത്യയശാസ്ത്രത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയെന്ന് ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു വെച്ചു. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ മുന്നേറ്റം ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പോലും പലപ്പോഴും ചർച്ചയായിട്ടുള്ള കാര്യമാണ്. അവയവമാറ്റം വിജയകരമായി പൂർത്തിയാക്കി വീണ്ടും മാതൃക തീർക്കുകയാണ് കേരളം. ഒപ്പം മരണത്തിലും അപരസ്നേഹം ഉയർത്തിപ്പിടിച്ച സഖാവ് ഐസക്കും. സഖാവ്, ആ വാക്കിലുണ്ട് എല്ലാം.